എല്ലാവർക്കും നമസ്കാരം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് നാളായി, ക്ലാസ്സുകളുടെയും മറ്റു തിരക്കുകളുള്ളതുകൊണ്ടാണ് ഇടാൻ പറ്റാതെ ഇരുന്നത്. ഇന്നൊരു പുതിയ വീഡിയോ നമ്മൾ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ പല കുട്ടികളും നമ്മളോട് സംശയം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഫിലിം സോങ്സ് പഠിച്ച് ഫ്ലൂട്ടിൽ കൃത്യമായിട്ട് വായിക്കുന്നതെന്ന്. നമ്മൾ പലരും കൂടുതലും ഫിലിം സോങ്സ് വായിക്കുന്നവരാണ്. പലരും പല രീതിക്കാണ് വായിക്കുന്നത്. ചിലവർ നൊട്ടേഷൻ എടുത്ത് കൃത്യമായിട്ട് അവരൊരു പഠിച്ച ഫിംഗറിൽ വായിക്കാറുണ്ട്. ചിലവരത് കൃത്യമായിട്ട് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിംഗറിൽ വായിക്കാറുണ്ട്. ചിലവർ ഇതൊന്നും നോക്കാതെ വെറുതെ പാട്ടുകൾ വായിക്കാറുണ്ട്. ചിലവർ ചോദിക്കാറുണ്ട്, ഈ അക്ഷരങ്ങൾ വെച്ച് പാട്ട് വായിക്കാൻ പറ്റും. അക്ഷരങ്ങൾ വെച്ചൊന്നും നമുക്ക് ഫ്ലൂട്ടിൽ പാട്ട് വായിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്പർ സിസ്റ്റം ഉണ്ട്. നമ്പർ സിസ്റ്റം മ്യൂസിക് പഠിക്കുന്നവർക്ക് നല്ലൊരു രീതി അല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പലർക്കും പലതായിരിക്കും. നമുക്ക് സംഗീതത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സപ്തസ്വരങ്ങളുണ്ട്. ആ സപ്തസ്വരങ്ങൾ വെച്ച് തന്നെ ഫ്ലൂട്ട് പഠിക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഒരു പാട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ശ്രുതിയിൽ, അതുപോലെ കൃത്യമായിട്ടുള്ള ശ്രുതിയിൽ, കറക്റ്റ് രാഗത്തിൽ, കൃത്യമായിട്ടുള്ള ഫ്ലൂട്ടിൽ അങ്ങനെ വായിക്കുമ്പോഴാണ് ആ പാട്ടിന് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ 3 പാട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മതി. ഓക്കെ, അടുത്ത വേറെ 2 ഫിംഗറിൽ ഒരു പാട്ട് വായിക്കാം. രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് 5 ഫിംഗറിൽ നമ്മളെല്ലാവരും വായിക്കാറുള്ള താരാപഥം എന്ന് പറയുന്ന പാട്ടൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ 3 പാട്ടുകൾ ഞാൻ ഒരേ ശ്രുതിക്ക് 3 ഫ്ലൂട്ടുകളിൽ 3 ഫിംഗറിങ്ങിലാണ് വായിച്ചത്. ആദ്യത്തെ പാട്ട് 3 ഫിംഗറിൽ, രണ്ടാമത്തെ പാട്ട് 2 ഫിംഗറിൽ, മൂന്നാമത്തെ പാട്ട് 5 ഫിംഗറിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയുന്ന 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യം ശ്രുതിയിൽ, കറക്റ്റ് ഫ്ലൂട്ടിൽ നിങ്ങൾക്ക് പാട്ടുകൾ വായിക്കാൻ സാധിക്കും. ഒരു പാട്ട് എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ശ്രുതിയാണ്. ശ്രുതി എന്ന് പറയുമ്പോൾ ഒരു പാട്ട് നൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സായുടെ ശ്രുതി ഏതാണോ അതാണ് പാട്ടിൻ്റെ ശ്രുതി. ഇപ്പം മന്ദാരച്ചെപ്പ് നൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ സാ വരുന്നത് ഡിയിലാണ്. അപ്പോൾ സാ ആ പാട്ടിൻ്റെ ശ്രുതി സായാണ്. താരാപഥം നൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സാ വരുന്നത് സിക്കാണ്. അങ്ങനെ ഓരോ പാട്ടിൻ്റെയും ശ്രുതി ഏതാണോ ആ ശ്രുതി നമ്മൾ കണ്ടുപിടിക്കുക, അത് എഴുതി വയ്ക്കുക. രണ്ടാമത്, ആ പാട്ട് കമ്പോസ് ചെയ്തതിന് ഉപയോഗിച്ച രാഗം അല്ലെങ്കിൽ സ്കെയിൽ. ഇപ്പോൾ വെസ്റ്റേണിലൊക്കെ ആണെങ്കിൽ മേജർ മൈനർ സ്കെയിലുകളായിരിക്കും. ഇന്ത്യൻ സിസ്റ്റത്തിലാണെങ്കിൽ അത് രാഗങ്ങളായിരിക്കും. അപ്പോൾ ആ രണ്ടാമത്തെ രാഗം അതിൻ്റെ നൊട്ടേഷൻ, ആ രാഗത്തിൽ അതിൻ്റെ നൊട്ടേഷൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ആ പാട്ടിൻ്റെ രാഗം കണ്ടുപിടിക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ നൊട്ടേഷൻ പഠിക്കുക. നൊട്ടേഷൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൊട്ടേഷൻ പഠിക്കുമ്പോൾ സാ വെച്ച് തന്നെ പഠിക്കുന്നത്, ഫ്ലൂട്ടായിട്ട് ബന്ധപ്പെടുത്തരുത്. ആ പാട്ടിനെ സാ വെച്ച് തന്നെ നൊട്ടേഷൻ പഠിക്കുക. അപ്പോൾ നമുക്ക് പാട്ടിൻ്റെ ശ്രുതി കിട്ടി, പാട്ടിൻ്റെ രാഗവും അതിൻ്റെ നൊട്ടേഷനും കിട്ടി. അപ്പോൾ ഈ പാട്ടിൻ്റെ രാഗവും നൊട്ടേഷനും കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ രാഗം, ആ രാഗത്തിലെ ആ റൂട്ട്, അതൊക്കെ എവിടെ, ആ പാട്ടിൻ്റെ റേഞ്ച്, ഇതൊക്കെ ഏത് ഫിംഗറിങ്ങിലാണ് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റണേന്ന് മൂന്നാമത്തെ കാര്യം, അടുത്ത പ്രധാനപ്പെട്ട കാര്യം, മൂന്നാമത്തെ കാര്യം അത് ശ്രദ്ധിക്കുക. അതിന് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. നമ്മൾ പല വീഡിയോസ് കാണുക. അപ്പോൾ നൊട്ടേഷൻസ് പഠിക്കുന്നത് നമ്മൾ സാ വെച്ച് പഠിക്കുമ്പോൾ, ഫ്ലൂട്ട് വായിക്കുന്നപ്പോൾ നമ്മുടെ PR മുരളി സാർ, അതുപോലെ ആന്റണി സാറ്, അതുപോലെ ഒത്തിരി ആൾക്കാർ ഫ്ലൂട്ടിൻ്റെ നൊട്ടേഷൻസ്, തെറ്റായിട്ടുള്ള നൊട്ടേഷൻസ് പലരും ഇടാറുണ്ട്, തെറ്റായിട്ട് രീതികളും ചെയ്യാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. യൂട്യൂബിലാകുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ടാവും. ഓക്കെ, പിന്നെ വോക്കൽ നൊട്ടേഷൻസ് പഠിക്കാനാണ് ഏറ്റവും നമുക്ക് നല്ലത്. ഇപ്പം നമുക്ക് രാഗ മെൻറ്റർ ഉണ്ട്, അതുപോലെ ഡോക്ടർ ലാവണ്യ, അതുല്യ ജയകുമാർ, അങ്ങനെ പള്ളിപ്പുറം സുല്യേട്ടൻ എൻ്റെ സുഹൃത്താണ്. അതുപോലെ അങ്ങനെ പല ആൾക്കാരുടെ നൊട്ടേഷൻസ് കൃത്യ രാഗത്തിൽ പഠിക്കുക. അതിനുശേഷം നമ്മൾ ആ റൂട്ടിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫ്ലൂട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെന്തെങ്കിലും പോംവഴി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് ഓരോ രാഗങ്ങളും നിങ്ങൾ ബേസിക്കായിട്ട് കുറേ രാഗങ്ങൾ പഠിച്ചാൽ അത് അതിൻ്റെ കറക്റ്റ്. ഇപ്പം നമ്മൾ ജോഗ് രാഗത്തിലാണ് മോഹം കൊണ്ട് ഞാൻ വരുന്നത്. അപ്പോൾ 2 ഫിംഗറിലാണ് ജോഗ് ഫിലിം സോങ്സ് വായിക്കാൻ ഏറ്റവും നല്ലത്.
മനസ്സിലായി. അപ്പൊ മന്ദാരച്ചെപ്പ് വാരുന്നത് നടഭൈരവിയിലാണ്. അപ്പൊ നടഭൈരവി വായിക്കാൻ ഏറ്റവും നല്ലത് 2 ഫിംഗർ ആണ്. ഇപ്പൊ ചിന്ന ചിന്ന ആസെ വരുന്ന ഒരു മേജർ സ്കെയിൽ ഓറിയന്റഡ് ആണ്, അപ്പൊ അത് 3 ഫിംഗർ ആണ് വായിക്കുന്നത്. താരാപഥം മൈനർ സ്കെയിൽ ആണ്, പക്ഷെ അത് നമുക്ക് ആ പാട്ടിന് ആപ്റ്റ് ആയിട്ടുള്ളത് 5 ഫിംഗറിംഗ് ആണ്. പൂന്തേനരുവി എന്ന് പറയുന്ന പാട്ട് 6 ഫിംഗറിൽ വായിച്ചാലേ ശരിയാവുള്ളൂ. ഇപ്പൊ വെള്ളാരപ്പൂമല മേലെ അതും 6 ഫിംഗർ ആണ്. ആകാശമാകെ 6 ഫിംഗർ ആണ്. അപ്പൊ ആ പാട്ടിന്റെ ഒരു റേഞ്ച് വെച്ചിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ മൈനർ സ്കെയിലുള്ള പാട്ടിൽ അടിയിലേക്ക് ദാ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മൈനർ സ്കെയിലുള്ള ചില പാട്ടുകൾ 2 ഫിംഗറിൽ വായിക്കും. ഇപ്പൊ ഒരു രാത്രി കൂടി നമ്മളെല്ലാം വായിക്കുന്നത് അത് 5 ഫിംഗറിൽ വായിക്കാൻ എളുപ്പമാണ് അത്. പക്ഷെ അതിനകത്ത് ഒരു ഭാഗം അടിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ വായിക്കാൻ പറ്റില്ല. താരാപഥത്തിൽ അടിയിലേക്കുള്ള നോട്ട്സ് ഇല്ല. അപ്പൊ അതാണ് നമ്മൾ ആ പാട്ട് നൊട്ടേറ്റീവ്മെന്റ് റേഞ്ച് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പാട്ടുകൾ വായിക്കും. നിങ്ങൾക്ക് സംശയമുള്ള പാട്ടുകൾ എനിക്ക് ഇവിടെ കമന്റ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോസിൽ ഞാനത് വളരെ കൃത്യമായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇല്ലാത്തത് നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും മേജർ സ്കെയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, 2 ഫിംഗറിൽ മൈനർ സ്കെയിൽ പ്രാക്ടീസ് ചെയ്യുക, 5 ഫിംഗറിൽ മൈനർ സ്കെയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം 4 ഫിംഗറും 6 ഫിംഗറും പ്രാക്ടീസ് ചെയ്യുക. ഈ എല്ലാ ഫിംഗറിലും നമുക്ക് സരിഗമ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കത് വായിക്കാൻ സാധിക്കുള്ളൂ. പാട്ടിന് പല നൊട്ടേഷൻസ് ഇല്ല. 3 ഫിംഗറിനും 4 ഫിംഗറിനും പല നൊട്ടേഷൻസ് ഇല്ല. എല്ലാ നൊട്ടേഷനും നിങ്ങൾ സായി തന്നെ പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുക. അപ്പൊ നിങ്ങൾ ദസരി കപ്പത എന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധ സന്യാസി ഉണ്ട്, അത് ഒരു ഷോർട്ട് കട്ടാണ്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. എല്ലാ ഫിംഗറും 3 ഫിംഗർ, 2 ഫിംഗർ, 1 ഫിംഗർ, ഹാഫ് ഫിംഗർ, 4 ഫിംഗർ, 5 ഫിംഗർ, 6 ഫിംഗർ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.